ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തുളസിയമ്മയുടെ റെസിപ്പിയിൽ 1 കിലോ ചെമ്മീൻ അച്ചാറിടാൻ പോവുകയാണ്. ഇനി നമുക്ക് ചെമ്മീൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, സവാള, കറിവേപ്പില, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂണോളം മുളക് പൊടി, പച്ചമുളക്, വെളിച്ചെണ്ണ, ചൊറുക്ക എന്നിവ എടുക്കുക. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ്. സവാള ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി ഇതുപോലെ 2ആയി പൊളിച്ചിടുക. ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കുക. പച്ചമുളക് 2ആയി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുക. അരിയുന്ന രീതികൾ ഞാൻ കാണിച്ചത് ഇതുപോലെ അരിഞ്ഞെങ്കിൽ മാത്രമേ അച്ചാറിന് രുചിയുണ്ടാകൂ. ആദ്യമായി ചെമ്മീൻ നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടിയെടുക്കാം. പുരട്ടിയ ചെമ്മീൻ ചട്ടിയിൽ വെളിച്ചെണ്ണയൊഴിച്ച് അതിലേക്ക് ഇടുക. ചെമ്മീൻ്റെ മുകളിലായി എണ്ണ നിൽക്കുന്ന തരത്തിലായിരിക്കണം ഇടേണ്ടത്. ഇത് നന്നായി വറുത്തെടുക്കാനുള്ളതാണ്. അതേ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒഴികെ എല്ലാം ഇട്ട് നന്നായി മുരിയുന്നതുവരെ വഴറ്റുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി മൂപ്പിക്കുക. അതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന ചെമ്മീനിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൊറുക്ക ഒഴിച്ച് ഒന്നുകൂടി വഴറ്റുക. തുളസിയമ്മയുടെ ചെമ്മീൻ അച്ചാർ റെഡി. തുളസിയമ്മയുടെ ചെമ്മീൻ അച്ചാർ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.